എന്ന് സത്യം പറഞ്ഞാൽ നമ്മളാരും ഇതിൻ്റെ വേദന അറിഞ്ഞിട്ടില്ല, ഇതിൻ്റെ പ്രസവ വേദന നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളൊരു 10-18 വയസ്സായൊരു കുട്ടീൻ്റെ ചെയിലേക്ക് ഇങ്ങനെ നടക്കുന്ന സമയമാണ്. അതിനോട് ഇതിൻ്റെ വിഷമങ്ങൾ നമ്മൾ നിശ്ചല്ലാത്തതിനുണ്ട്, അറിയാത്തതുകൊണ്ട്. നമുക്ക് ഇങ്ങനെ ഇടക്കിടക്ക് കുറുക്കോളി മൊയ്തീൻ സാഹിബിൻ്റെയോ അല്ലെ PV അരീക്കോട് സാഹിബിൻ്റെയോ ഒക്കെ പ്രസംഗങ്ങളും ക്ലാസ്സുകളും നിർബന്ധം. എന്നെപ്പോലെയുള്ള ആളുകളൊന്നും മുസ്ലിം ലീഗിനെക്കുറിച്ച് ആധികാരികമായി വമ്പിച്ച പ്രസംഗം നടത്താൻ സാധിക്കില്ല. ഏതാണ്ട് 25 കൊല്ലമായിട്ടുള്ളൂ ഞാൻ ലീഗിൽ വന്നിട്ട്. അപ്പോൾ 25 കൊല്ലത്തിൻ്റെ മുമ്പ് 17 വയസ്സായിരുന്നു. അപ്പം പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ലായിരുന്നു. CPIൻ്റെ ഒരു ചെറിയ AISF എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ഇങ്ങനെ പ്രവർത്തിച്ചിറക്കിയിരുന്നു. അപ്പോഴാണ് ലീഗിൽ വന്നത്. ലീഗ് നല്ലൊരു പാർട്ടി എന്നുള്ളത് കൊണ്ട് ലീഗിൽ ഇങ്ങോട്ട് വന്നതാണ്. ലീഗിൽ വന്നത് വലിയൊരു അനുഗ്രഹമായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇത്രയും വിശാലമുള്ളൊരു പാർട്ടിയാണ്. 10-25 കൊല്ലം മുമ്പ് ആ തീരുമാനം ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് CPIക്കാർ കണ്ടില്ലേ, CPIക്കാരൊക്കെ കഥകൾ ആലോചിച്ചല്ലോ, കണ്ടോലെ കാണാനില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ CPIൻ്റെ ഒരു പൊതുയോഗത്ത് പ്രസംഗിച്ച ഒരു മനുഷ്യന് CPIക്കാരനെ കണ്ടോനെ കാണാനില്ല, CPIക്കാരനെ കാണണ്ട. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ദൈവത്തിനോട് സ്തുതിക്കുക. ഇപ്പം നല്ല സമയം ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ നല്ല സമര CPM വമ്പിച്ച സമരമൊക്കെ ചെയ്ത് ഇവരിങ്ങനെ കാസർഗോഡ് ഒരു യൂത്ത് മാർച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ എത്തിയെന്നും എനിക്കറിയില്ല. ഓരോ വിചാരം ആ മാർച്ച് ഇങ്ങനെ നടന്നു പോയി ഇങ്ങനെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഉമ്മൻചാണ്ടിയൊക്കെ രാജിവെച്ച്, കുഞ്ഞാലി സാഹിബൊക്കെ രാജിവെച്ച് പുരയെ കുത്തിരിക്കുന്ന എൻ്റെ ഇഷ്ടമാരെ നിങ്ങൾ വെറുതെ അതിനൊന്നും നടക്കണ്ട, നിങ്ങളെ കാലായിട്ട് വേദനയായി പോകുന്നല്ലാതെ അവിടെ നിന്നുള്ള യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു മണ്ണാങ്കട്ടയും കേരളത്തിൽ സംഭവിക്കാനില്ല, ഒന്നും സംഭവിക്കാനുമില്ല. ഞാൻ കാസർഗോഡ് ഉദുമയിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ പോകുമ്പോൾ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ഉസ്മാനോട് പറഞ്ഞു, ഉസ്മാനെ യൂത്ത് മാർച്ചിൻ്റെ പോസ്റ്റർ അവിടെ ഇറങ്ങിയിട്ട് നല്ല പോസ്റ്ററാണ്, നല്ല കളറുള്ള പോസ്റ്റർ, യൂത്ത് മാർച്ച് DYFI. അതിൽ ഫോട്ടോ അങ്ങനെ നോക്കി, അങ്ങനെ പോകുമ്പോൾ നോക്കിയപ്പോൾ സാക്ഷാൽ മഹാത്മാഗാന്ധിൻ്റെ ഫോട്ടോ, DYFIൻ്റെ മാർച്ചിന്. ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോൾ അൽഹംദുലില്ലാ ദൈവത്തിനോട് സ്തുതിച്ച്. കാരണം എന്താ, ബാപ്പുജിയുടെ ഫോട്ടോ ഒക്കെ വെക്കാൻ മാത്രമുള്ള ഒരു സ്ഥിതിയിലേക്ക് DYFI എത്തി. ഏതായാലും നമ്മൾ സന്തോഷം. കാരണം ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്, സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും പങ്കാളിത്തം വഹിച്ച മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. മഹാത്മാഗാന്ധി എന്നും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നുള്ള അഭിപ്രായം തന്നെ ലീഗിനുള്ളത്. എന്നാൽ CPM വെച്ചപ്പോൾ കിബറൊക്കെ ഉണ്ട്, കാരണം ഒരു വെക്കാനുള്ള അവകാശമൊന്നുമില്ല. പിന്നെന്താ, 4 ആൾക്കാർ കാണുന്ന പോസ്റ്ററല്ലേ, അതിൽ 4 ആൾക്കാർ ചന്തമുള്ള ഒരാളെ വെച്ചില്ലേ മോശം. അച്യുതാനന്ദനെ വെച്ചാൽ മനുഷ്യന്മാരിയായിരിക്കും വേറെ ഏതോ ആളെ മേൽ കരിയോല് വാരി തച്ചാണോ, നല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ അങ്ങനെ കുറച്ചിങ്ങനെ കണ്ണൂരെടുത്തിയപ്പോൾ ഉണ്ട് ചാച്ചാ നെഹ്റുവിൻ്റെ ഫോട്ടോ. ആരാ ചാച്ചാ നെഹ്റു? ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫോട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫോട്ടോ, DYFIൻ്റെ യൂത്ത് മാർച്ചിൻ്റെ പോസ്റ്റർ. ഞാൻ ഒന്നും പ്രശ്നിച്ചില്ല. പിന്നെ അങ്ങനെ പോയി നോക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഫോട്ടോ. ആലോചിച്ച് നോക്കി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ഡോക്ടർ ഭീമാറാവ് റാംജി അംബേദ്കർ. എൻ്റെ ഇഷ്ടമാരെ നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ സാക്ഷാൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ നിങ്ങൾ വെക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്, അല്ലേ? 4 ആൾക്കാർ സമ്മതിച്ച് 4 ആൾക്കാരെ അംഗീകാരം കിട്ടിയ ഒരു നേതാവ് നിങ്ങളെ ഇല്ലാതായി പോയാൽ എത്രയും കൊല്ലം ഡേറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി. മനുഷ്യന്മാർ അംഗീകരിക്കുന്ന, സമൂഹം അംഗീകരിക്കുന്ന ആളുകൾ ഇല്ലാതായി പോയില്ല നിങ്ങളെ പാർട്ടി. എന്നാൽ ഞങ്ങളോ ഈ ലോകമനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ലോകമതേതരത്വത്തിന്റെ ഉത്തുംഗ ശൃംഖലയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായിരുന്ന നേതാവ് കൊടപ്പനക്കൽ തറവാട്ടിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് എന്ന് പറയേണ്ടി വന്ന ഒരു കാലഘട്ടത്തിൽ ആ ലീഗിന്റെ രാഷ്ട്രീയം, ലീഗിന്റെ നേതാക്കന്മാരുടെ ഫോട്ടോകളും ലീഗിന്റെ നേതാക്കന്മാരുടെ പ്രവൃത്തികളും പരിശോധിച്ചാൽ മനസ്സിലാക്കും ഇത് ലീഗാ പാർട്ടി. ഈ ലീഗിനെ ഒന്ന് ഇല്ലാതാക്കുകയാണ് കുറെ കാലങ്ങൾ ഇങ്ങനെ ശ്രമം നടത്തുന്നത്. 48 മുതൽ പറഞ്ഞല്ലോ, 48 മുതൽ ഈ സാധനം ഒന്നും ഇല്ലാതായി കിട്ടണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രകടനം നടത്തുന്നവരുണ്ട്, വേറൊരു ഭാഗത്ത് അങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നവരുണ്ട്. മക്കളെ നിങ്ങൾ ആ തീയുണ്ടല്ലോ കണ്ടോ, ആ വെള്ളം അടുപ്പത്ത് വെച്ച വെള്ളാട്ട് വാങ്ങി വെച്ചോളി, ഇത് തീ മുളച്ച സാധനം. നിങ്ങൾ ആ ചെറിയ കിബറൊന്നും കണ്ടിട്ട് ഇത് അടുത്തളർന്നില്ലാതാവുന്ന ഒരു തോന്നലൊന്നും നിങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ലീഗ് രാഷ്ട്രീയം അതാണ്. 1948 മാർച്ച് 10 മദിരാശിയിലെ രാജാജി ഹാളിൽ വെച്ച് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് ഈ പാർട്ടിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ഈ പാർട്ടിക്ക് രൂപം കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കുന്നവരല്ലേ, നിങ്ങളുടെ മനസ്സിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രധാനമന്ത്രിയാകണമെന്ന്
ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ഒരു മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അംഗത്വം എടുക്കരുത് എന്ന് പറഞ്ഞത് കായികമില്ലാത്ത എന്തിനാ പറഞ്ഞത്? നിങ്ങളതൊന്നും ആവൂല എന്നല്ല അതിന്റെ അർത്ഥം. അതല്ല നിങ്ങളുടെ ലക്ഷ്യം. മറിച്ച് ഇന്ത്യ രാജ്യത്തിൽ പീഡനം അനുഭവിക്കുന്ന 2 വിഭാഗങ്ങളുണ്ട്. ഇന്ത്യയിലെ മതന്യൂനപക്ഷമായ മുസ്ലിം ജനവിഭാഗം, ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗമായ ദളിത് വിഭാഗം. ഈ 2 വിഭാഗങ്ങളുടെയും ഉന്നമനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ അണിചേരൂ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരു മാണിക്യ കൊട്ടാരം പോലെ വിരാജിക്കുന്ന ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സമർപ്പിക്കാൻ. ജനങ്ങളുടെ മുൻപിലാണ് ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങൾ സമർപ്പിച്ചത്. ഞങ്ങൾ കൊണ്ടുപോയി ഇങ്ങോട്ട് റൂമിൽ കൂട്ടിയിട്ടൊന്നുമല്ല. ജനങ്ങളുടെ മുൻപിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, ജനങ്ങൾക്ക് വേണ്ടി ഭരിച്ച നേതാക്കന്മാർ. അതല്ലേ ജോൺ ബ്രിട്ടാസ് എന്ന് ഏഷ്യാനെറ്റിലെ കൈരളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷിഹാബ് തങ്ങളെ ഇന്റർവ്യൂ ചെയ്യുക. തങ്ങളോട് ചോദിച്ചു, തങ്ങളെ നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് അടക്കാറില്ലല്ലോ എന്ന്. നറുപുഞ്ചിരിയോട് കൂടി അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ വീടിന് ഗേറ്റ് വെച്ചത് അടക്കാനും തുറക്കാനുമല്ല. ആ റോഡും എൻ്റെ വീടും എൻ്റെ പരിസരവും തമ്മിലൊരു ബൗണ്ടറിയാണ്. അത് ഞാൻ എന്ന് അടക്കുന്നോ അന്ന് ഞാൻ ജനങ്ങളുമായി അകന്നു. എന്നും എൻ്റെ വീട്ടിലേക്ക് വരാം, എപ്പോഴും വരാം. നിങ്ങൾ 12 മണിക്ക് രാത്രി 12 മണിക്ക് ഒന്ന് പിണറായി വിജയന്റെ പുറകെ പോയി നോക്കി, നിങ്ങൾ അനിസ്പ്രേന്റെ പരസ്യം പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട്. സത്യല്ലേ? നിങ്ങളുടെ പുറകെ പോരും. ഞാൻ ഇത് കഴിഞ്ഞ് കേട്ട് പാണക്കാട് കൂടി പോയി നമ്മൾ CPM ആരുണ്ട് കൊണ്ടുവരി. മൊയ്തീൻ സാഹിബ് കിട്ടല്ലോ. ഞങ്ങൾ കേട്ടി ഇതിൽ തങ്ങളോട് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി എന്താ കിട്ടുക വെച്ചാൽ കുടിച്ച് സന്തോഷത്തോടുകൂടി പോയി ഏത് സമയവും പോകാം. അത് മുസ്ലിം ലീഗ് രാഷ്ട്രീയമത. അതാണ് ലീഗ് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ, ലീഗിന്റെ രാഷ്ട്രീയമത. അല്ലാതെ അച്യുതാനന്ദൻ ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കും, പെട്ടെന്ന് ഞെട്ടി നീട്ടിട്ട് പറയും അടുത്ത മുഖ്യമന്ത്രി ഞാനാണ്. അയാൾ തന്നെ പറയും. അങ്ങനെ കഴിഞ്ഞ ഒരു മാസം മുന്നേ അയാൾ മൂപ്പരിങ്ങനെ പറഞ്ഞു, ഇന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ശ്രമം നടത്തുന്നുണ്ട്. ആരെ? അച്യുതാനന്ദനെ. അച്യുതാനന്ദനോട് പത്രക്കാർ വെച്ച്, അല്ലയോ പ്രതിപക്ഷ നേതാവേ, ആരാ നിങ്ങൾ പ്രതിപക്ഷ സ്ഥാനത്ത് മാറ്റാൻ ശ്രമം നടത്തുന്നതെന്ന്. ഒറ്റയടിക്ക് അയാളെ എടുത്ത ബൈക്ക് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടിയാണെന്ന് പറഞ്ഞു. ഏത് കുഞ്ഞാലിക്കുട്ടിയാണ്? മുസ്ലിം ലീഗിലെ ലീഡർ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയാണ് എന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് മാറ്റാം. പത്രക്കാർ വെച്ചല്ല, നിങ്ങൾ CPMന്റെ നേതാവ്. അതേ CPMന്റെ നിങ്ങൾ പ്രതിപക്ഷ കസേര ഇരിക്കുന്നു. ഇങ്ങനെ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ സ്ഥാനത്ത് മാറ്റാൻ ശ്രമിക്കുന്നു, അയാൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്ന്. ഞാൻ ബഹുമാനത്തോടു കൂടി എൻ്റെ പ്രസംഗം ആരെങ്കിലും CPMമാർ കേൾക്കുന്നുണ്ടെങ്കിൽ ചോദിക്കട്ടെ, അച്യുതാനന്ദൻ എങ്ങനെ പ്രതിപക്ഷ കസേരയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ മിണ്ടാ പറ്റും ഇഷ്ടമാരെ. അതൊക്കെ ഒരു കുറവ് നാണക്കേടല്ലേ, അങ്ങനെ ഒരു ഉളുപ്പില്ലാത്ത പരിപാടിയല്ലേ. അത് പറയാൻ പറ്റും, ഉണ്ടാക്കണ്ടേ. ഇനി അങ്ങനെ ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ മാറ്റി നോക്കുക. എന്നാ എൻ്റെ ഇഷ്ടമാരെ നിങ്ങൾ ആ ചുവപ്പ് കൊടിയൊക്കെ താഴ്ത്തി വെത്തി, എന്നിട്ട് ഈ പച്ചക്കൊടി ഉയർത്തിപ്പിടിച്ചിട്ട് കുഞ്ഞാലിക്കുട്ടി പുലിക്കുട്ടി സിന്ദാബാദ് എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് നമ്മുടെ പ്രകടനം പോരണ്ടേ? അച്യുതാനന്ദന് പോകുന്നോണ്ട് നമ്മളെടുക്കും, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അച്യുതാനന്ദനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. വല്ല പ്രതിപക്ഷ തന്നെ മുഖ്യമന്ത്രി ഒന്നും ആക്കൂല, അതിനകത്തുള്ള സാധനം ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലീഗ് രാഷ്ട്രീയം അങ്ങനെയാണ്. ലീഗ് ഒരാളെയും ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളിൽ ഒരാളെ ഇന്ന സ്ഥാനം കൊടുക്കണമെന്ന് പാണക്കാട്ട് നിന്ന് ഒരഭ്യർത്ഥന വന്നാൽ ഏത് കൊലകൊമ്പനായാലും ശരി അത് ഞങ്ങൾ വകവെക്കില്ല. ഞങ്ങൾക്ക് കിട്ടിയേ മതിയാവും. അത് പാണക്കാട് നിന്ന് വരണം. പാണക്കാട് നിന്ന് വന്നാൽ റെഡിയാ. അത് 5ാം മന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തിന്